ഹായ്, വെൽക്കം ടു ബിൽഡ് വിത്ത് ഗസീർ. നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലട്ടർ ഡെവലപ്പർ, പൈത്തൺ ഡെവലപ്പർ, ഡാറ്റ അനലിസ്റ്റ്, ഇങ്ങനെ എന്ത് പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, ഇനി എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാത്തൊരു സിറ്റുവേഷനിലാണോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. ആ ഒരു വെബ്സൈറ്റ് ഞാൻ ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ, അതാണ് ഇന്നത്തെ വീഡിയോ. roadmap.sh എന്നടിക്കുക, നിങ്ങൾ ആ വെബ്സൈറ്റിലോട്ട് ലാൻഡ് ആവും. ഇതാണ് ആ roadmap.sh വെബ്സൈറ്റ്. ജസ്റ്റ് കംപ്ലീറ്റ് ലേണിംഗ് ഗൈഡ് എന്ന് ഞാൻ പറയും. അതായത് ജസ്റ്റ് ഒരു റോഡ് മാപ്പ് മാത്രമല്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു 2-3 നിങ്ങൾക്കൊരു വേഗമായിട്ടുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് നിങ്ങളിതെടുത്ത് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റാക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് മാത്രം. ഇതിൽ എക്സാക്ട്ലി ഇപ്പോൾ ടെക് ഇൻഡസ്ട്രിയിലെ എല്ലാ സ്റ്റാക്സും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ടുള്ളൊരു റോഡ് മാപ്പ് എടുത്തു. ഇതിൽ പേഴ്സണൽ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് ഈ ടീം തന്നെ റെക്കമെൻഡ് ചെയ്യുന്നൊരു റോഡ് മാപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. ഇൻ്റർനെറ്റിനെ കുറിച്ച് പഠിക്കണം, HTML, CSS, JavaScript, VCSനെ കുറിച്ച് പഠിക്കുക, നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ റിയാക്റ്റാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ AI അസിസ്റ്റഡ് കോഡിങ്സ് നിങ്ങൾക്ക് എന്തായാലും അറിയണം. ക്ലൗഡ് കോഡിനെ കുറിച്ച്, ഏജൻറ്റ് എന്താ, MCP എന്താ. അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ അപ്ഡേറ്റഡ്, അതായത് നമുക്കൊരു അപ്ഡേറ്റഡ് റോഡ് മാപ്പ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ 2023 മുതൽ ഫോളോ ചെയ്യുന്ന ഒരു റോഡ് മാപ്പാണ്. അന്നൊന്നും ഈ ഒരു MCP എന്നുള്ള കൺസെപ്റ്റേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സിനെ പറ്റിയിട്ടും ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നിങ്ങളിപ്പോൾ ഈ റോഡ് മാപ്പ് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ കറൻ്റ്ലി ഫോളോ ചെയ്യുന്ന റോഡ് മാപ്പ് ഇതാണ്. എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടുള്ള LLM എന്താണ്, എങ്ങനെ, ഈ ഒരു സീക്വൻസിൽ തന്നെ നിങ്ങൾ പോവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ഒരു കോഴ്സോ ഒന്നും ഫോളോ ചെയ്യേണ്ട. അതായത് LLMs എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിങ്, ഏതൊക്കെ മോഡൽസ് ഉണ്ട്, റൈറ്റ് മോഡൽ എങ്ങനെ ചൂസ് ചെയ്യാം, ഈ ഒരു സീക്വൻസിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു 3 to 6 months ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. അതായത് കംപ്ലീറ്റ് ഒരു കോഴ്സ് ഫോളോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ലേണിംഗ് ഗൈഡ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനീഷ്യലി ചെയ്തിരുന്ന ഫ്ലട്ടറാണ്. ഫ്ലട്ടർ റോഡ് മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡാർട്ടിനെ കുറിച്ച്, IDESനെ കുറിച്ച്, വിഡ്ജറ്റ്സിനെ കുറിച്ച്, കിറ്റ് അതായത് VCS, പിന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ മസ്റ്റായിട്ടും ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണ് ഇതൊക്കെ. ഇതെന്തായാലും ഒരു ജോബിന് നമ്മൾ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണ് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ, സോളിഡ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതിൻ്റെ ഊപ്പ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും, അനിമേഷൻസിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും, ഈ ഒരു CI/CD സെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൽ കോഡ് മാജിക് ഉണ്ട്, GitHub ആക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലട്ടർ അറിയാം, പക്ഷേ ഫ്ലട്ടറിൽ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ roadmap.sh/flutter എന്നെടുത്തിട്ട് ഈ ഒരു ഹാഫ് പേജിന് ശേഷമുള്ള ഫുൾ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ആണ്. പിന്നെ അതിന് ശേഷം കണ്ടിന്യൂ ലേണിംഗ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിനെ കുറിച്ച്, iOSനെ കുറിച്ച്, പാൻഡ്രോയിഡിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോകണമെങ്കിൽ ഗോ എഹെഡ്. സോ ഞാൻ ഇങ്ങനത്തെ കണ്ടൻസാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.